നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 കർക്കിടക മാസം 15-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 31-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:47. രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. 10:30 മുതൽ 12 മണി വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. പൗർണമി കഴിഞ്ഞ് 2-ാം ദിവസമാണ് ദ്വിതീയ തിഥി. ചന്ദ്രൻ കറുത്തപക്ഷത്തിലെ 5-ാം തീയതി വരെ പ്രായണ ബലവാനാണ്. നാളത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം ഒരു ശുഭനക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രമത്തം ചിത്ത, ഉത്രാണം, തിരുവോണം, അവിട്ടം, പിന്നീട് ഉത്രട്ടാതി, രേവതി, അശ്വതി. ഈ 9 നക്ഷത്രങ്ങളിൽ പെടുന്നു. ഉത്രത്രയത്തിൽ പെടുന്നു അവിട്ടവും. ഏതായാലും അവിട്ടം നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്ക് വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം. വെള്ളിയാഴ്ച വാങ്ങാനും കൊടുക്കാനും വളരെ ഗുണമാണ്. ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലമുണ്ട് ശുക്രന്. ഇറ്റ് ഈസ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാകുന്നു ബുധനും ശുക്രനും. ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ല വെള്ളിയാഴ്ച എന്നൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിക്കണം. ഏതായാലും നാളത്തെ ദിനം പ്രായണ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ശോഭനമായ നല്ല ഒരു അനുഭവം സമാഗതമാകും. നാളത്തെ ശുഭമുഹൂർത്തം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ ഉച്ചയ്ക്ക് 1:35 മുതൽ 3 മണി വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. പിന്നീട് നാളെ വെള്ളിയാഴ്ച ട്രേഡേഴ്സ്, വ്യാപാരികൾക്ക്, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ നാളത്തെ ദിനം ദേ ക്യാൻ എക്സ്പെക്റ്റ് സം ഗുഡ് എമൗണ്ട്. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ട് കാര്യങ്ങൾ നീക്കിയാൽ നല്ലൊരു കാശ് സമ്പാദിക്കാം. പെട്ടെന്ന് ലാഭമുള്ള ഷെയർസൊക്കെ വിറ്റ് കാശുണ്ടാക്കാൻ വളരെ അനുകൂലമാണ്. നാളെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. കാരണം അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? ഇടവൻ രാശിയിലാണ്, ഭദ്രകാളിയാണ്. വെള്ളിയാഴ്ച ദേവിയുടെ ദിനമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കർമ്മപരമായ ശ്രേയസ്സിന് വേണ്ടി കർമ്മമുട്ടി ചെയ്യാം. ദാമ്പത്യ ശ്രേയസ്സിന് വേണ്ടി ദാമ്പത്യമുട്ടി ചെയ്യാം. ഐക്യമത്യമുട്ടി ചെയ്യാം. അപ്രകാരം കുട്ടികളുടെ പഠനത്തിന് വേണ്ടി വിദ്യാമുട്ടി ചെയ്യുന്നതും വളരെ അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.